وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് നമ്മുടെ മതത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് സലഫുസ് സ്വാലിഹുകൾ അഥവാ സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെയാണോ മതത്തെ മനസ്സിലാക്കിയത് അങ്ങനെ മാത്രമായിരിക്കണം നമ്മളും മതത്തെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ യുക്തിബോധത്തിനനുസരിച്ചോ നമ്മുടെ ശാസ്ത്ര ചിന്തകൾക്കൊപ്പിച്ചോ നമ്മുടെ പ്രത്യയശാസ്ത്ര പരിസരങ്ങൾക്ക് അടയാളപ്പെടുത്തിയോ മതത്തെ വ്യാഖ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും പാടില്ല. മറിച്ച് ഈ മതത്തിൻ്റെ പ്രഥമ സംബോധിതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പഠിപ്പിക്കുമ്പോൾ ആദ്യമായി ഇത് കേട്ടവർ, പ്രത്യേകിച്ചൊരു താല്പര്യങ്ങളില്ല, ഭൗതികമായ ഒരു ലക്ഷ്യവുമില്ല, ഒരു ഇസങ്ങളും ദർശനങ്ങളും അവരെ സ്വാധീനിച്ചിട്ടില്ല, പടച്ചവനോടുള്ള ഹുബ്ബും ഖൗഫും മാത്രം, അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും മാത്രമാണ് ഈ മതത്തെ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ആ ആളുകൾ എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് മനസ്സിലാക്കിയോ അങ്ങനെ മാത്രമേ നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മതത്തിൽ നിന്ന് തെറ്റുകയും വഴിപഴക്കുകയും ചെയ്യും എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്.
ഇനി ഇങ്ങനെ മനസ്സിലാക്കാൻ ഇവരുടെ പ്രത്യേകത എന്താ? സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ നിങ്ങൾ മനസ്സിലാക്കാൻ പോടുള്ളൂ, അല്ലെങ്കിൽ സലഫു സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കറിയാത്ത വ്യാഖ്യാനങ്ങളും അവർക്കറിയാത്ത വിശദീകരണങ്ങളും നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഖുർആനും സുന്നത്തുമാണ് അവരെ തെരഞ്ഞെടുത്ത ജനതയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ്. ആ ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, ഖൈറുന്നാസി ഖർനി. ഖൈറുന്നാസ് ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നല്ല മനുഷ്യർ ഖർനി എൻ്റെ തലമുറയാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരോട് ഏറ്റവും അടുത്തവർ, പിന്നീട് അവരോട് ഏറ്റവും അടുത്തവർ. ഏറ്റവും നല്ല ജനത ഖർനി എൻ്റെ തലമുറക്കാരാണ്. പിന്നീട് അവരോട് ഏറ്റവും അടുത്തു വരുന്ന തലമുറ, അതിനുശേഷം ഏറ്റവും അടുത്തു വരുന്ന തലമുറ. ഇമാം നവവി ഈ ഹദീസിനെ വിശദീകരിച്ച് കൊണ്ടുപറഞ്ഞു, അസ്സഹീഹു അന്ന ഖർനഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖർന് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ തലമുറ എന്ന് പറഞ്ഞാൽ അസ്സഹാബ, അത് സ്വഹാബികളാണ്. വസാനി, രണ്ടാമത്തേത് അത്താബിഊൻ, സ്വഹാബികളെ പിൻപറ്റി വന്ന താബിഈങ്ങൾ. മൂന്നാമത്തേത് വസ്സാലിസ്, മൂന്നാമത്തേത് എന്താ? താബിഊഹും, അവരെ പിൻപറ്റിയ താബിഉകളെ പിൻപറ്റിയ തബഉ താബിഉകൾ. അപ്പൊ സ്വഹാബി, താബിഈ, തബഉ താബിഈ, ഇതാണ് സലഫു സ്വാലിഹ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരാളും സലഫു സ്വാലിഹ് അല്ല, ഒരാളും സച്ചരിതരായ മുൻഗാമിയല്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. എത്ര വലിയ ഇമാമീങ്ങളായാലും, എത്ര വലിയ പണ്ഡിതന്മാരായാലും, എത്ര വലിയ മഹത്തുക്കളായാലും, ഔലിയാക്കളായാലും, ഉലമാക്കളായാലും, ഫുഖഹാക്കളായാലും, ആരായാലും ശരി, സലഫു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അസ്സഹാബ വത്താബിഉ വത്തബഉ താബിഉ, ഇതാണ് സലഫു സ്വാലിഹ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും സലഫു സ്വാലിഹുകളുടെ സ്ഥാനം നമ്മൾ കൊടുക്കില്ല. അത് തന്നെ സ്വഹാബികൾ മനസ്സിലാക്കിയതിനെതിരെ താബിഉകൾ മനസ്സിലാക്കിയാലോ താബിഉകളെ നമ്മൾ സ്വീകരിക്കില്ല. ഒന്നാമത്തെ മതത്തിന്റെ പ്രാധാന്യം സ്വഹാബത്തിനാണ്. ആ സ്വഹാബത്ത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയോ, അവരുടെ ജീവിതം ഇസ്ലാമികമായി എങ്ങനെ ക്രമീകരിച്ചുവോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുക. അത് ഏത് സംഘടനക്കുള്ളിൽ നിന്നും, ഏത് മദ്ഹബിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് സാധിക്കും. ഏത് വിഭാഗത്തിനോടൊപ്പം നിന്നാലും സലഫു സ്വാലിഹുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയേ ഞാൻ മനസ്സിലാക്കൂ. എന്തുകൊണ്ട്? ഖുർആൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സൂറത്ത് ബഖറ 137 ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ വിശ്വസിച്ചതുപോലെ, അവർ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങളും വിശ്വസിച്ചാൽ, ഫഇൻ ആമനൂ, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് അവരും വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അപ്പോൾ അവർ ഹിദായത്തിലായി. നിങ്ങൾ വിശ്വസിച്ചു. ആര്? സ്വഹാബികൾ. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് വിശ്വാസത്തിലെടുത്തതുപോലെ അവരും വിശ്വസിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. വഇൻ തവല്ലൗ, ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുകയാണ്, സ്വഹാബികൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും പോവുകയാണ്, ഫഇൻ തവല്ലൗ, ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവൻ കക്ഷിത്വത്തിലാണ്, അവനാണ് കക്ഷിത്തുണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലെങ്ങനെ തർക്കിക്കുന്നവരെല്ലാം കക്ഷിത്വത്തിന്റെ ആളാണ്. എന്നാൽ അള്ളാന്റെ ആയത്ത് പറഞ്ഞത് എന്താ? സ്വഹാബത്തിന്റെ മാർഗത്തിനല്ലാത്ത തർക്കം നടത്തുന്നവർ, അവനാണ് കക്ഷിത്വമുണ്ടാക്കിയവൻ, ഭിന്നിപ്പുണ്ടാക്കിയവൻ. ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടോളണം. സമൂഹത്തിൽ തർക്ക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. അവരൊക്കെ സമുദായത്തെ ഛിന്ന ഭിന്നമാക്കുന്നവരാണ്. ഫാഷിസം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഈ കാലത്ത്
ഐക്യബോധമില്ലാത്ത പ്രവർത്തനം നടത്തുന്നവരാണ്. ആരാ പറയുന്നത്? നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവർ വിശ്വസിച്ചതുപോലെ, സഹാബത്തിന്റെ ഈമാൻ പോലെ നിങ്ങൾ ഈമാൻ സ്വീകരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലായി. വഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവനാണ് കക്ഷി മാത്സര്യമുണ്ടാക്കിയവൻ. ഭിന്നിപ്പുണ്ടാക്കിയവൻ ആരാ? സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് മാറി നടന്നവൻ, അവനാണ് ശരിയല്ലാത്തവൻ. ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ സ്വഹാബികൾ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കാൻ പാടും. സ്വഹാബികൾക്ക് ഈമാൻ കാര്യം എങ്ങനെ മനസ്സിലായോ അങ്ങനത്തെ ഈമാൻ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൂ. സ്വഹാബികൾക്ക് തിരിയാത്ത ഈമാൻ, സ്വഹാബികൾക്ക് തിരിയാത്ത ഗൈബിയായ വിശ്വാസങ്ങൾ ഒന്നും നമുക്ക് പാടില്ല. സ്വഹാബിക്ക് മനസ്സിലായിട്ടില്ല, സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല നമ്മുടെ വിശ്വാസം എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പുറത്താ. പിന്നെ ഏത് കൂട്ടത്തിലാ? വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, നമ്മളാണ് കക്ഷിത്തുണ്ടാക്കിയത്, സമുദായ ഭിന്നിപ്പുണ്ടാക്കിയത്, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ ഭിന്നതയുണ്ടാക്കിയവർ നമ്മളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുനാഫിക്കുകളോട് അള്ളാഹു ആവശ്യപ്പെട്ടത് എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ ആമുഖമായി ഞാൻ ഓതി വെച്ചു. വഇദാ ഖീല ലഹും ആമിനൂ, അവരോട് പറഞ്ഞാൽ, മുനാഫിക്കുകളോട് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അന്നാസ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അന്നാസ് എങ്ങനെ വിശ്വസിച്ചുവോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ, ഖാലു, അവര് പറയും, അനുഅ്മിനു കമാ ആമനസ്സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് ആര് ചോദിക്കും? മുനാഫിക്കുകൾ ചോദിക്കും. അലാ ഇന്നഹും ഹുമസ്സുഫഹാ, അല്ലാഹു പറയാ, മനസ്സിലാക്കിക്കോ, അവനൊക്കെ തന്നെയാണ് വിഡ്ഢി. സഹാബികളെ വിഡ്ഢി വിശ്വാസം എന്ന് പറഞ്ഞവർ അവരാണ് വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, അവർക്കത് മനസ്സിലാവണമെന്നില്ലെന്നുള്ളൂ. ഈ ദുനിയാവിൽ അവർക്കത് മനസ്സിലാവില്ല. മരിച്ചല്ലാനെ കണ്ടുമുട്ടുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. സ്വഹാബത്ത് അന്നാസ്, നാസ് എന്നല്ല ഖുർആൻ പ്രയോഗിച്ചത്, അലിഫ് ലാം ചേർത്തിട്ടാ. അന്നാസ് വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അവിടുത്തെ അന്നാസ് കൊണ്ട് ഉദ്ദേശമാരാ? സ്വഹാബികളാണ്. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, ഈ ആയത്തിന് അദ്ദേഹം വിശദീകരിക്കുക. യഖൂലു, അദ്ദേഹം പറഞ്ഞു, വഇദാ ഖീല ലഹും സ്വദ്ദിഖൂ കമാ സ്വദ്ദഖ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എങ്ങനെ സത്യപ്പെടുത്തിയോ അങ്ങനെ നിങ്ങൾ സത്യപ്പെടുത്തുക. ഇന്നഹു നബിയ്യുൻ വറസൂലുൻ വഇന്നമാ ഉൻസില അലൈഹി ഹഖ്ഖുൻ വസദ്ദഖൂ ബിൽ ആഖിറ വഅന്നകും മബ്ഊസൂന മിൻ ബഅദി മൗത്ത്, മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും പരലോകമുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബിൽ നിന്ന് സത്യം അവതരിപ്പിക്കപ്പെടുന്നു എന്നും അദ്ദേഹം നബിയാണെന്നും അവർ വിശ്വസിച്ചു, അവർ സത്യപ്പെടുത്തി. അതുപോലെ നിങ്ങൾ സത്യപ്പെടുത്തണം. അപ്പൊ സ്വഹാബത്ത് എങ്ങനെ സത്യപ്പെടുത്തിയോ, സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണം. സ്വഹാബിക്കില്ലാത്തൊരു വിശ്വാസം എനിക്കുണ്ടായാലോ, സ്വഹാബിക്കില്ലാത്ത ഒരു സത്യപ്പെടുത്തൽ എനിക്കുണ്ടായാലോ, ഞാൻ ബാത്തിലാണ്, ഞാൻ നിരർത്ഥകമായ വിശ്വാസത്തിലാണ്. സ്വഹാബിക്കുള്ള വിശ്വാസം മാത്രമേ എനിക്കുണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. സ്വഹാബികളുടെ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണോ അവർ ജീവിച്ചത് അങ്ങനെ ജീവിച്ചു പോകാൻ പാടും. അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ പാടില്ല. വിശ്വാസത്തിൽ ഒന്നാമത് സ്വഹാബത്തിനെ നമ്മൾ സ്വീകരിക്കണം. വിശ്വാസത്തിൽ ഒന്നാമത് സഹാബത്തിനെ നമ്മൾ സ്വീകരിക്കണം. സഹാബികളുടെ വിശ്വാസം നോക്കൂ. പടച്ചവന് പുറമെ, അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപകാരം ചെയ്യാനും അവർക്ക് ഉപദ്രവം വരുത്താനും വേറെ ഒരു പടപ്പുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടുണ്ടോ? നമ്മൾ നോക്കുക. നമ്മുടെ വിശ്വാസവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുക. ഏതെങ്കിലും ഒരു സഹാബി അള്ളാഹുവിന് പുറമെ അവരെ ഉപദ്രവിക്കാൻ, അവർക്ക് ഉപദ്രവം വരുത്താൻ, അവർക്ക് ഉപകാരം ചെയ്യാൻ മറ്റൊരു ഖൽഖുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടില്ല.
ഒരു സൃഷ്ടിനെ അവർ വിശ്വസിച്ചിട്ടില്ല. പടച്ചവന് പുറമെ അവരെ ഉപദ്രവിക്കുന്ന, അവർക്ക് ഉപകാരം ചെയ്യുന്ന. പിന്നെയോ അള്ളാഹു ഹൈറാക്കാൻ വെച്ച ചില കാര്യങ്ങളുണ്ട്, സബബുകളുണ്ട്, അതിലൂടെ ഹൈറുണ്ടാകും. അള്ളാഹ് ഷെറ് വെച്ച ചില സബബുകളുണ്ട്, അതിലൂടെ ഷെറുണ്ടാകും എന്നേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇന്ന സൃഷ്ടി എന്നെ ഉപദ്രവിക്കും, ഇന്ന സൃഷ്ടി എനിക്ക് ഉപകാരം ചെയ്യും എന്ന് അള്ളാഹുവിന് പുറമെ ഒരാളെ പറ്റിയും അവർ വിശ്വസിച്ചിട്ടില്ല. അത് അസ്നാമുകളെ പറ്റിയിട്ട് മാത്രമല്ല, വിഗ്രഹങ്ങളെ പറ്റിയിട്ട് മാത്രമല്ല, എല്ലാ മഅബൂദുകളെ പറ്റിയിട്ടും അവർ വിശ്വസിച്ചു. എല്ലാ മഅബൂദുകളെയും. സഹാബത്തിന്റെ കാലത്തെ മഅബൂദുകളെ നമ്മൾ ആലോചിച്ച് നോക്കുക. പടച്ചോന് പുറമെ ആരാധിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? സ്വഹാബത്തിന്റെ കാലത്ത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ മുഴുവൻ നമ്മൾ എടുക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, ജാഹിലിയ്യത്ത് അറിയാത്തവൻ ഇസ്ലാമിൽ വന്നാൽ ഇസ്ലാമിന്റെ ഓരോ പിരികളും അഴിഞ്ഞഴിഞ്ഞു പോകും. ജാഹിലിയ്യത്ത് അറിയണം. എന്തായിരുന്നു ജാഹിലിയ്യത്ത് എന്നറിയണം. അള്ളാഹുവിന് പുറമെ ജാഹിലിയ്യത്തിൽ മനുഷ്യർ സ്വീകരിച്ച എടയാളന്മാർ, അവർ സ്വീകരിച്ചവർ ആരൊക്കെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ എടുത്ത് പഠിക്കണം. ഒന്ന് വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾ എങ്ങനെ വന്നു? വിഗ്രഹങ്ങൾ എങ്ങനെ ആകാശത്തുനിന്ന് വിഗ്രഹങ്ങളായി വീണതല്ല, മറിച്ച് ആ വിഗ്രഹങ്ങൾക്ക് പിറകെ അവയെ പ്രതിനിധീകരിക്കുന്ന പുണ്യപുരുഷന്മാരുണ്ട്. കഅബാലയത്തിൽ എന്തെല്ലാം വിഗ്രഹങ്ങളുണ്ട്, എത്രയോ വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളിൽ ആരൊക്കെയുണ്ട്? ആ വിഗ്രഹങ്ങൾ ലാത്തയെപ്പോലെ, മനാത്തയെപ്പോലെ, വദ്ദിനെ പോലെ, സുവാഇനെ പോലെ, യഊസിനെ പോലെ, നസ്റിനെ പോലെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ഔലിയാക്കന്മാരാണ്. അതിൽ പലരെ പറ്റിയിട്ടും സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയത് എന്തറിയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സ്വാലിഹീങ്ങളായ ആളുകൾ. റസൂലുള്ളാഹിയിൽ നിന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിന്ന് രേഖപ്പെടുത്തിയത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് വന്ന സ്വാലിഹീങ്ങളായ ആളുകൾ. സ്വാലിഹീങ്ങളാണ്. നസ്ർ സ്വാലിഹാണ്, വദ് സ്വാലിഹാണ്. ലാത്തയെ പറ്റി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതെന്താ? ഹാജിമാർക്ക്, ഹജ്ജ് ചെയ്യാൻ വരുന്നവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ജീവിതം ഒഴിഞ്ഞു വച്ച മഹാനായ ഒരു വലിയ, അതാണ് ലാത്ത. അല്ലാതെ ലാത്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമുസ്ലിം പുണ്യപുരുഷനല്ല. അല്ലാഹു സുബ്ഹാനഹു തആല വെറുത്ത ഒരു പുണ്യപുരുഷനല്ല. പടച്ചോന് വെറുപ്പ് ജനങ്ങൾ ഉണ്ടാക്കിയ കുറെ പുണ്യപുരുഷന്മാരുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ പുണ്യപുരുഷനല്ല, മറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വലിയകൾ എന്ന് രേഖപ്പെടുത്തിയ ആ വിഗ്രഹങ്ങളാണ് അവിടെ ഉള്ളത്. ആ വലിയകൾ ആരെങ്കിലും സഹാബത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാക്കും എന്ന് പിന്നീട് വിശ്വസിച്ചിരുന്നോ? ഒരു സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജാഹിലിയത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നു. ജാഹിലിയത്തിൽ കേട്ടോ. അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, ജാഹിലിയത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നു, ലാത്ത എന്നെ ഉപദ്രവിക്കും, ലാത്തക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ, ലാത്തനെ പിടിച്ച് സത്യമിട്ടിട്ട് ഞാൻ ലംഘിച്ചാൽ ലാത്തയിൽ നിന്ന് എനിക്ക് ഉപദ്രവമുണ്ടാകും, ലാത്തയിൽ നിന്ന് എനിക്ക് ഗുരുത്തക്കേടുണ്ടാകും. ആര് വിശ്വസിച്ചിരുന്നു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ലാത്തയിൽ നിന്ന്. അതേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഒരു ദിവസമെങ്കിലും ലാത്തയിൽ നിന്ന് ഉപദ്രവമുണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിച്ചോ? നമ്മൾ പരിശോധിക്കണം. ലാത്ത ആരാ? നസ്ർ ആരാ? വലിയാണ്. ഔലിയാക്കന്മാരെ കൂട്ടത്തില മുഹയ്യിദ്ദീൻ ഷെയ്ഖിനേലും വലിയ വലിയാണ് നസ്ർ. ശരിക്കും മനസ്സിലാക്കിക്കോ. നമ്മൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖ എന്ന് വിളിക്കുമല്ലോ, ആ മഹാനവറുകളെക്കാൾ വലിയ മഹാനാണ് നസ്ർ. ആ നസ്ർ ജീവിച്ച കാലത്ത് ഭൂമിയിൽ ശിർക്കുണ്ടായില്ല. നസ്ർ മരിച്ചപ്പോഴാണ് ശിർക്ക് വന്നത്. നസ്ർ ജീവിച്ച കാലത്ത് തലമുറകൾക്ക് തൗഹീദ് കൈമാറിയ ആളാ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നസ്റൊക്കെ മരിച്ചപ്പോ നസ്റിന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ശൈത്താൻ ആദ്യമായിട്ട് വന്നത്. എന്നിട്ട് തലമുറ കഴിഞ്ഞിട്ടാണ് ശിർക്ക് ഉണ്ടാക്കിയത്. നസ്ർ ജീവിച്ച കാലത്ത് ശൈത്താൻ വന്നിട്ട് ശിർക്ക് ഉണ്ടാക്കിയിട്ടില്ല, വിഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ? തൗഹീദ് അറിയുന്ന ആളാ, തൗഹീദിന്റെ ആളാ. അതുകൊണ്ട് വലിയായി മാറിയത്. ആ നസ്റിനെ
ആ നസ്റിൽ നിന്ന് ഉപദ്രവമുണ്ടാകും, ഉപകാരം ലഭിക്കും എന്ന് ജാഹിലിയ കാലത്ത് സ്വഹാബികൾ വിശ്വസിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോഴോ വിശ്വസിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചപ്പോ വിശ്വസിച്ചിട്ടില്ല, അവര് പേടിച്ചിട്ടില്ല. ഇനി വേണ്ട, എല്ലാ ഔലിയാക്കന്മാരെക്കാളും വലിയ ഒരു അംബിയാന്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആരാ? മക്കയിലെ കഅബാലയത്തിൽ പടുത്തുയർത്തിയ വലിയ ഒരു അംബിയാന്റെ വിഗ്രഹം, നബിയുടെ വിഗ്രഹം. ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കാ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, മക്കാ മുശ്രിക്കുകൾ ഇസ്തിഗാസ നടത്തിയിരുന്ന, മക്കാ മുശ്രിക്കുകൾ ഇസ്തിആനത്ത് നടത്തിയിരുന്ന ഇബ്രാഹിം നബിയുടെ വിഗ്രഹം അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി എന്നെ ഉപദ്രവിക്കും, എനിക്ക് ഉപകാരം ചെയ്യും എന്ന് ജാഹിലിയത്തിൽ സഹാബത്ത് വിശ്വസിച്ചു. മുസ്ലിമായപ്പോഴോ ഒരു ദിവസം, ഒരു മിനിറ്റ് അവർ വിശ്വസിച്ചോ? ഇബ്രാഹിം നബി എനിക്ക് ഗുരുത്തക്കേടുണ്ടാക്കും, ഇബ്രാഹിം നബി എനിക്ക് ഞാൻ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യും, എന്റെ ജീവിതത്തിൽ തുണയാകും എന്ന് ഒരു ദിവസം അവർ വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞു എന്താ? ആമിനു കമാ ആമനന്നാസ്. ആ ജനങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം. അന്നാസ് വിശ്വസിച്ചതുപോലെ വഇദാ ഖീല ലഹും സദ്ദിഖൂ കമാ സദ്ദഖ അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സഹാബത്ത് എങ്ങനെ സത്യപ്പെടുത്തിയോ അങ്ങനെ സത്യപ്പെടുത്തണം. മലായിക്കത്തുകളെ ആരാധിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെ ആരാധിച്ചിരുന്നു. ആ മലായിക്കത്തുകളെ ജീവിതത്തിൽ തങ്ങൾക്ക് ഉപകാരം ചെയ്യും, ഉപദ്രവം വരുത്തും എന്ന് ആര് വിശ്വസിച്ചിരുന്നു? ജാഹിലിയത്തിൽ സഹാബത്ത് വിശ്വസിച്ചിരുന്നു. ഒന്ന് വിളിച്ചാൽ ഉപകാരം കിട്ടും എന്ന് വിശ്വസിച്ചിരുന്നു. മലക്കുകളോടൊന്ന് തേടിയാൽ, മലക്കുകളോടൊന്ന് സഹായം ചോദിച്ചാൽ, മലക്കുകളെ വിഗ്രഹമുണ്ടാക്കി ചിറകുകളുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചവരാ ജാഹിലിയ അറബികൾ. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിച്ചവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ജാഹിലിയത്തിലെ അറബികളിൽ മലക്കുകൾ അവർ വിളിച്ചു തേടി. ആരൊക്കെ ഉണ്ട് അക്കൂട്ടത്തിൽ? ഉമർ ഇബ്നു ഖത്താബ് ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ സ്വഹാബത്തിൽ പലരുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചു, ഞങ്ങൾ തേടിയാൽ മലക്കുകൾ ഞങ്ങൾക്ക് ഉപകാരമുണ്ടാക്കും, ഞങ്ങൾ തേടിയാൽ മലക്കുകൾ ഞങ്ങളിൽ നിന്ന് ഉപദ്രവം തടുക്കും എന്ന് ആര് വിശ്വസിച്ചിരുന്നു? സഹാബികളായിരുന്ന ആളുകൾ ജാഹിലിയത്തിൽ വിശ്വസിച്ചിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോഴോ ഒരു മിനിറ്റ് അവർ വിശ്വസിച്ചോ? അല്ലാഹു അല്ലാത്ത ഒരാളും ഞങ്ങൾക്ക് ഉപദ്രവം വരുത്തില്ല, ഉപകാരം വരുത്തില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു. ومن الناس من يتخذ من دون الله اندادا يحبهم كحب الله والذين آمنوا اشد حبا لله. വിശുദ്ധ ഖുർആൻ തൗഹീദ് പഠിപ്പിക്കാൻ പറഞ്ഞൊരു ആയത്താണ്. തൗഹീദ് പഠിപ്പിക്കാൻ സൂറത്ത് ബഖറ 165-ാമത്തെ ആയത്താ. നിങ്ങൾ എടുത്തു നോക്കണം, പഠിച്ചു നോക്കണം. വിശുദ്ധ ഖുർആൻ പറയാ വമിനൻ നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ പിന്നെ സ്വീകരിച്ച ആളുകൾ അന്താദൻ. ആരെ? സമന്മാരെ അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചവർ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ അവരാരെ സ്നേഹിക്കുന്നു? ഈ മനുഷ്യന്മാരെ, പടപ്പുകളെ സ്നേഹിക്കുന്നു. അവര് പിന്നെ സമന്മാരാക്കിയ ആളുകളെ സ്നേഹിക്കുന്നു. മലക്കുകളെ അവർ അന്താദാക്കി. ഇബ്രാഹിം നബിയെ അമ്പിയാക്കന്മാരെ അന്താദുകളാക്കി, ഔലിയാക്കന്മാരെ അന്താദുകളാക്കി. അവരെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? പടച്ചോനെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കുന്നു. ആരാണിത്? ഇത് ജാഹിലിയത്തിലെ അറബികളാണ്. എന്നിട്ട് അല്ലാഹു പറയാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. എന്നാൽ വിശ്വാസികൾ പടച്ചവനോട് കഠിനമായ സ്നേഹമുള്ളവരാണ്. കഠിനമായ സ്നേഹം. വേറെ ഒരാളോട് ആ സ്നേഹം അവർക്ക് ഉണ്ടാവൂല. അള്ളാനെ സ്നേഹിക്കണ പോലെ അവർ വേറെ ഒരാളെയും സ്നേഹിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം التي كانوا يعبدونها كعبادة الله مع عجزها. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് കൊടുക്കുന്നത് പോലെ ഈ ആളുകൾക്ക് ഇബാദത്ത് അവർ കൊടുക്കൂല. ഈ സാധനങ്ങളുടെ ദൗർബല്യം അറിഞ്ഞിട്ടും അവർ ഇബാദത്ത് കൊടുത്തിരുന്നു. ഇബാദത്ത് കൊടുത്തിരുന്നതിന് ഒന്നാമത്തെ കാര്യം എന്താ? ആ ഇലാഹുകളെ പറ്റി, അല്ലെങ്കിൽ ഈ ഔലിയാക്കന്മാരെ പറ്റി, അമ്പിയാക്കന്മാരെ പറ്റിയിട്ട് അവർ വിശ്വസിച്ച ഒരു വിശ്വാസമുണ്ട് ജാഹിലിയത്തിലെ ആളുകൾ.
ഞങ്ങൾ തേടിയാൽ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യും, ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉപദ്രവം തടുക്കും. ഇതായിരുന്നു വിശ്വാസം. ഈ വിശ്വാസം മാറ്റിയിട്ടാണ് എവിടേക്ക് വന്നത്? ഇസ്ലാമിലേക്ക് വന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തൃപ്തിപ്പെട്ടത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. ഈ അവസ്ഥയിലേക്ക് അവരെത്തിയത് എപ്പോഴാണ്? മുൻപ് ജാഹിലിയത്തിൽ സ്വഹാബികൾ വിശ്വസിച്ചു, പടച്ചോന് പുറമെ ഞങ്ങൾ ചോദിച്ചാൽ ഉപകാരം ചെയ്യുന്ന, ചോദിച്ചാൽ ഉപദ്രവം തടുത്തു നൽകുന്ന ആളുകൾ ഞങ്ങൾക്ക് പടച്ചോന് പുറമെയുണ്ട് എന്ന് വിശ്വസിച്ചു. അതവർ ഉപേക്ഷിച്ചു, ഒഴിവാക്കി. പടച്ചവൻ മാത്രമുള്ള വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, പടച്ചവൻ മാത്രമാണ് ഏറ്റവും കഠിനമായ സ്നേഹം അവരുടെ മനസ്സുകളിൽ ഉണ്ടായത്. പടച്ചോ മതി, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് തീരുമാനിച്ചപ്പോ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഇനി നമ്മളെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ സലഫുകൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാ. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവർ വിശ്വസിച്ചതുപോലെ അതുപോലെ നിങ്ങൾ വിശ്വസിച്ചാലേ നിങ്ങൾ സന്മാർഗത്തിലാകൂ. അവർ ഇസ്ലാമിലെത്തിയപ്പോൾ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അള്ളാഹുവിന് പുറമെ ഞങ്ങൾ വിളിച്ചാൽ ഉപകാരം ചെയ്തു തരുന്ന, ഞങ്ങൾ ചോദിച്ചാൽ ഉപദ്രവം തടുക്കുന്ന ഒരു ഖൽക്കും ഇല്ല. വലിയുല്ല, അംബിയാഉല്ല, മലായികത്തുല്ല, ജിന്നുല്ല, ശൈത്വാനുല്ല, ഒരു ഖൽക്കുല്ല. നമ്മളെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഹൽക്കിനെ പറ്റിയിട്ട്, ഒരു സൃഷ്ടിനെ പറ്റിയിട്ട് കിട്ടും. ഈ സൃഷ്ടിനോട് തേടിയാൽ, ഈ സൃഷ്ടിയോട് ദുആ ചെയ്താൽ, ഈ സൃഷ്ടിയോട് ഇസ്തിആസ് ചെയ്താൽ, ഈ സൃഷ്ടിയോട് ഇസ്തിആനത്ത് ചെയ്താൽ ചിലപ്പോ ഉത്തരം കിട്ടും, സഹായം കിട്ടും, ഉപദ്രവം തടുത്തു തരും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ജാഹിലിയത്തിലെ വിശ്വാസമാണത്, മുശ്രിക്കിന്റെ വിശ്വാസമാണത്. സഹാബത്തിന്റെ വിശ്വാസം എന്താ? സഹാബത്തിന്റെ വിശ്വാസം അള്ളാഹ്ക്ക് പുറമെ ഒരാളുമില്ല എന്ന് വിശ്വസിക്കല. ഒരാളും ഉത്തരം ചെയ്യില്ല, ഒരാളും സഹായിക്കില്ല, ഒരാളും ഉപദ്രവം മാറ്റിത്തരില്ല എന്ന് വിശ്വസിക്കലാണ് ആരുടെ വിശ്വാസം? സഹാബത്തിന്റെ. റളിയല്ലാഹു അൻഹും വറദു അൻഹു. നമ്മളെ മനസ്സിലുണ്ടോ? നമ്മൾ ആലോചിക്കാം. മലക്കുകൾ ഉത്തരം ചെയ്യുന്ന നമ്മളെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടോ? ഔലിയാക്കന്മാർ ഉത്തരം ചെയ്യുന്ന വന്നു പോയിട്ടുണ്ടോ? ജാറത്തിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുവന്ന ചരടുകൾ കെട്ടിയാൽ അതുകൊണ്ട് ദോഷം തീരുന്ന നമ്മളെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? മരിച്ചുപോയ മഖബറയിലെ മഹാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളി കേട്ട് ഇടപെട്ട് സഹായിക്കും, ഉപദ്രവം നീക്കിത്തരും, ഉപകാരം ചെയ്തു തരും എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? അത് സഹാബികളുടെ വിശ്വാസമാണോ അല്ല മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണോ? നമ്മൾ ആലോചിക്കണം. രണ്ട് വിശ്വാസക്കാരെ ഖുർആൻ പറഞ്ഞു. ആ രണ്ട് വിശ്വാസത്തിൽ നിന്ന് വന്ന വ്യത്യാസം എന്താ? ശിർക്കം വിശ്വാസം ഉണ്ടാക്കിയത് എന്താ? ഖുർആൻ പറഞ്ഞെന്താ? വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ. അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രശ്നം എന്താ? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. പടച്ചോനെ സ്നേഹിക്കണ പോലെ, അള്ളാഹിനെ സ്നേഹിക്കണ പോലെ ഈ ഔലിയാക്കന്മാർ അവർ സ്നേഹിച്ചു കളയും. അള്ളാഹിനെ അവർക്ക് അറിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ അവർ സ്നേഹിക്കണില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ അവർക്ക് ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹുടെ പോലെ തന്നെ അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കും. അള്ളാഹിനെ സ്നേഹിക്കണ പോലെ തന്നെ അമ്പിയാക്കന്മാരെ സ്നേഹിക്കും. അള്ളാഹിനെ സ്നേഹിക്കണ പോലെ തന്നെ അവരെന്ത് ചെയ്യും? അവർ മലായിക്കത്തുകളെയും ജിന്നുകളെയും ഒക്കെ സ്നേഹിച്ചു കളയും. അള്ളാഹ് പറയാ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. എന്ന വിശ്വാസികൾ ഏറ്റവും കഠിനമായി, ഏറ്റവും തീവ്രമായി ജീവിതത്തിലെ അങ്ങേ അറ്റം സ്നേഹിക്കുന്നത് അള്ളാഹനെ മാത്രമായിരിക്കും. അതിന്റെ താഴെയാണ് സകല ഖൽക്കിനെയും അവർ വെക്കുക, സകല ഖൽക്കിനെയും വെക്കുക. അങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കുക, അവസ്ഥയെ പ്രാപിക്കുക. അള്ളാഹ്ക്ക് കൊടുക്കണ ഇബാദത്ത് ഇവർക്ക് കൊടുത്താൽ മതി, താനെ ആ സ്നേഹം അങ്ങോട്ട് മാറും. അള്ളാഹ്ക്ക് കൊടുക്കണ ഇബാദത്ത് ഈ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ താനെ വരും. ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പടച്ചോനെ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ മൊഹീദ്ദീൻ ശേഖേ എന്ന് വിളിച്ചു കളയും, ബദരീങ്ങളെ എന്ന് വിളിച്ചു കളയും. അതാണ് ഹുബ്ബ്. നാവിന്ന് അല്ലാഹ് മാത്രം വരാൻ പാടുള്ളൂ. ജീവിതത്തിലെ ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അപകടത്തിൽപ്പെട്ടാൽ ഉടനെ റബ്ബേ എന്നൊരു വിളി, ആ വിളി നാവിൽ അത് മാത്രം ആകുമ്പോഴാണ് ഏത് വരൂ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. പടച്ചോനെ കഠിനമായി സ്നേഹിച്ചവരായിട്ട് നമ്മൾ മാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരു വിളി വന്നാൽ, ഒരു വലിയന്റെ വിളി പേര് വന്നാൽ,
ഒരു അമ്പിയാക്കളിൽ നിന്ന് ആരെങ്കിലും പേര് വന്നാൽ, ആ പേര് വന്നാൽ അവരാരെ പോലെയായി യുഹിബ്ബൂനഹും കഹബ്ബില്ലാ, പടച്ചവനെ സ്നേഹിച്ച പോലെ അവർ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ സ്നേഹിച്ചവരായി പോയി. അതുകൊണ്ട് വിശ്വാസികളെ, ഒന്നാമത്തെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോ, ആയത്ത് ഖുർആൻ മുഴുവൻ ഇന്ന് പരിശോധിച്ചോ. ഇന്ന് ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവരോട് നടത്താൻ വേണ്ടി ദുർവ്യാഖ്യാനിക്കുന്ന ആയത്ത് മുഴുവൻ പരിശോധിച്ചോ. ഖുർആൻ നിങ്ങൾ പരിശോധിച്ചിട്ട് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്ന് ഖുർആൻ സഹാബത്തിനെ പറ്റി പറഞ്ഞത്, മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത്, ഏറ്റവും കഠിനമായ സ്നേഹം അള്ളാഹിനോട് വെച്ച് പുലർത്തുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞ ആ സിഫത്തിനെതിരെ ഏതെങ്കിലും ഒരു സഹാബി അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ഒരു വലിയനെ മനസ്സിൽ കൊണ്ട് നടന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ജാഹിലിയ്യത്ത് ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബി അദ്ദേഹം വിശ്വസിച്ചു, ആപത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് എന്റെ വിളിക്ക് ഉപകാരം കൊണ്ടുവരുന്ന, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തടുത്തു തരുന്ന ഒരു മഹാൻ കൂടിയുണ്ട് എന്ന് വിശ്വസിച്ച ഒരു സഹാബിനെ ഖുർആനീന്നോ ഹദീസീന്നോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. കിട്ടൂല. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ തെരഞ്ഞാൽ കിട്ടില്ല. പടച്ചവൻ മാത്രം എന്ന് പറഞ്ഞവരുള്ളൂ. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. ആ വിശ്വാസത്തിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അനസ് ബിൻ മാലിക് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു, ഖാല അല്ലാഹു തബാറക വ തആല യാ ഇബ്ന ആദം إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي. അല്ലയോ ആദമിന്റെ മകനെ, നീ എന്നോട് പ്രാർത്ഥിക്കുന്നു, നീ എന്നിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, ഗഫർതു ലക്, നിനക്ക് ഞാനിതാ പുറത്തുനിന്നിരിക്കുന്നു. പടച്ചവനോട് ദുആ ചെയ്യും, പടച്ചവനിൽ മാത്രം പ്രതീക്ഷ ഉണ്ടാകും. ആ അവസ്ഥ നീ എത്തിക്കഴിഞ്ഞാൽ ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തന്നു, അലാ മാ കാന ഫീക് വലാ ഉബാലി, നീ ഏതൊരവസ്ഥയിലായാലും ശരി എനിക്കതൊരു പ്രശ്നമല്ല. നീ എങ്ങനത്തവനായാലും ശരി എനിക്ക് പ്രശ്നമല്ല. നിന്റെ ദുആ എന്നോട് മാത്രം, നിന്റെ പ്രതീക്ഷ എന്നിൽ മാത്രം നീ ആക്കിക്കഴിഞ്ഞാൽ, നീ അങ്ങനത്തെ അവസ്ഥയിലെത്തിയാൽ നിനക്ക് ഗഫർതു ലക്, നിനക്കെല്ലാം ഞാൻ പുറത്തു. യാ ഇബ്ന ആദം ലൗ ബലഗ്തു ദുനൂബക അനാന സമാഇ, ആകാശങ്ങൾക്ക് സമാനമായി പാപങ്ങളുമായി നീ എൻ്റെ അടുത്ത് വരുന്നു. സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക്, പിന്നീട് നീ എന്നോട് മാത്രം പാപമോചനം തേടുന്നു. ഗഫർതു ലക്, നിനക്ക് ഞാൻ പൊറുച്ചു തന്നു. വലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമല്ല. നീ എങ്ങനത്തവനായാലും ശരി, നീ പാപമോചനം നൽകുന്നവൻ ഞാനാണ് എന്ന് വിശ്വസിച്ചു, ഞാൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചു. ദുനൂബക അനാന സമാ, നിന്റെ പാപം ആകാശ സമാനമുണ്ട്. സുമ്മസ്തഗ്ഫർതനി, പക്ഷെ പിന്നീട് നീ എന്നോട് മാത്രം ഇസ്തിഗ്ഫാർ തേടി, ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തരും. യാ ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, അല്ലയോ ആദമിന്റെ മകനെ, ഭൂമിയുടെ മൺതരികൾക്കത്രം പാപങ്ങളുമായി നീ എന്റെ അടുത്തേക്ക് വരികയാണ്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, നീ എന്നിൽ ഒന്നും പങ്കു ചേർത്തിട്ടില്ല. പക്ഷേ മഹാപാപങ്ങൾ, ഭൂമിയിൽ എത്ര മൺതരിയുണ്ടോ അത്രക്കും പാപം നീ ചെയ്തു, ശിർക്ക് നീ ചെയ്തിട്ടില്ല. എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, അത്രക്കും സമാനമായ, ഭൂമിയുടെ മൺതരികൾക്ക് സമാനമായ ഇസ്തിഗ്ഫാറുമായി, പാപമോചനവുമായി, ഞാൻ മഗ്ഫിറത്തുമായി നിന്റെ അടുത്തേക്ക് ഞാൻ വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ. എന്ത് വേണം? ശിർക്ക് തരിമ്പുണ്ടാവരുത്. ബാക്കി ഏത് പാപം നീ ചെയ്തു വന്നാലും അള്ളാഹു മഗ്ഫിറത്തായിട്ട് നിന്റെ അടുത്തേക്ക് വരും. അതിനേക്കാൾ അധികം മഗ്ഫിറത്തായിട്ട് ശിർക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് പുറമെ ഉപകാരം ചെയ്യുന്നവർ, ഉപദ്രവം തടുക്കുന്നവർ, എന്റെ വിളിക്ക് ഉത്തരമായി അത് ചെയ്യുന്നവർ ഉണ്ട് എന്ന് നീ ഒരാളെപ്പറ്റി വിശ്വസിച്ചാൽ വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖല അന്നാർ, നരകത്തിൽ പ്രവേശിച്ചു. തരിമ്പ് ശിർക്ക് ചെയ്ത് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. ആരായാലും ശരി,
ആരൊക്കെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടും കാര്യമില്ല. ഈ ഭൂലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങൾ അവന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ട് കാര്യമില്ല, അവന് വേണ്ടി മഗ്ഫിറത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ശിർക്കിന്റെ അണുമണി അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അള്ളാഹു നരകത്തിലേക്ക് അവനെ ഉറപ്പിച്ചു. ഇതാണ് സലഫുകളുടെ വിശ്വാസം. ഒന്നും വേണ്ട, ഇത്ര മതി. പടച്ചോന് പുറമെ എന്റെ വിളിക്ക് ഉപകാരം ചെയ്യാൻ, എന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ, എനിക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടുക്കാൻ പടച്ചോന് പുറമെ ആരുമില്ല. ഒരു വലിയുമില്ല, ഒരു അമ്പിയയില്ല, ഒരു ഔലിയാക്കളുമില്ല, ഒരു മലക്കുകളുമില്ല, ഒരു ജിന്നുകളുമില്ല എന്ന് വിശ്വസിച്ചോളണം. അല്ല മാത്രം പോരാ, അള്ളാഹ്ക്ക് പുറമെ ഒരാളുമില്ല എന്നുകൂടി വിശ്വസിച്ചോളണം. ആ വിശ്വാസാണ് സ്വഹാബത്തിനെ സലഫുകളാക്കിയത്. ആ സലഫുകളുടെ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. സ്വലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ പള്ളിയിൽ ഖുത്ബ നടക്കുമ്പോൾ മേലയിലും താഴെയിലൊക്കെ ആയിട്ട് പലരും സംസാരിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, അടുത്തുള്ള ആളുകളോട് എന്തെങ്കിലും ആവശ്യപ്പെടുക, ഇങ്ങനൊക്കെ സമ്പ്രദായങ്ങളുണ്ട്. ചിലരെങ്കിലും അത് ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഖുത്ബയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സുഹൈൽ ബുഖാരിയിൽ, ഇമാം ബുഖാരിൻ്റെ സ്വഹീഹിൽ 934 ഹദീസായിട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്ന അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഏതാണെന്നറിയും? ഇദാ ഖുൽത, നീ പറഞ്ഞാൽ, ലി സാഹിബിക, നിന്റെ കൂട്ടുകാരനോട്, യൗമൽ ജുമുഅ, ജുമുഅയുടെ സമയത്ത്, ജുമുഅയുടെ ദിവസം ഖുത്ബ നടക്കുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരനോട് നീ പറഞ്ഞാൽ, അൻസിത്, അൻസിത്, സൈലൻ്റായിട്ട് നേരെ ചൊവ്വ ശ്രദ്ധിച്ചിരിക്കുക എന്ന് നീ പറഞ്ഞാൽ. പറഞ്ഞതെന്താ? ഖുത്ബ കേൾക്കണ് ഏത് സമയം? വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത, ഇമാമു ഖുത്ബ നടത്തുന്ന സമയത്ത്. ഇപ്പം ഞാൻ മിമ്പറിൽ നിന്ന് ഖുത്ബ പറയാം, ഞാനെന്നല്ല ഏത് ഖത്തീബും മിമ്പറിൽ നിന്ന് ഖുത്ബ പറയാം. ഒരാള് ശരിക്കിരിക്കുന്നില്ല, ശ്രദ്ധിച്ചിരിക്കുന്നില്ല. അപ്പൊ ആ കൂട്ടുകാരനോട്, ഇദാ ഖുൽത ലി സാഹിബിക്, നിന്റെ കൂട്ടുകാരനോട് നീ പറയാണ്, യൗമുൽ ജുമുഅ, ജുമന്റെ സമയത്ത് പറയാണ്, അൻസിത്, സൈലന്റായി ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഫഖദ് ലഗൗത, അനാവശ്യം പ്രവർത്തിച്ചവനായി നീ. മനസ്സിലായോ? ഖുത്ബക്കിടയിൽ സംസാരിക്കണോനെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞോൻ അനാവശ്യം ചെയ്തവനായി. മറ്റവനപ്പം എന്തായിരിക്കും? ഖുത്ബക്കിടയിൽ സംസാരിച്ചവൻ ഏത് പാപിയായിരിക്കും? ആ പാപിനെ നോക്കിയിട്ട് ഒന്ന് തട്ടിയിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞവനും അനാവശ്യം ചെയ്തവനായി. അത്രക്ക് സൈലൻസ് ആയിരിക്കണം ഖുത്ബ. ഖുത്ബ പ്രസംഗമല്ല, ഖുത്ബ ഇബാദത്താണ്, ആരാധനാണ്. നിസ്കാരത്തിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണം അങ്ങനെ തന്നെ ഇരിക്കണം. ഖുത്ബക്ക് ആളുകൾ വയലാകുമ്പോൾ വിചാരിക്കുന്നത് ഒരു പ്രസംഗമാണെന്നാണ്. ഇബാദത്താണ്. ഒരു ഫാൻ ഒന്നിടൂ, അല്പം വെള്ളം കൊണ്ടുവരൂ എന്ന് പോലും ഒരാളോട് പറയാൻ പാടില്ല. നമുക്ക് എഴുന്നേറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഖുത്ബ നടക്കാണ്, കരണ്ട് പോയി, ആകെ എല്ലാവരും ചൂടിലാണ്, ആ സമയത്ത് വേണമെങ്കിൽ ജനൽ തുറന്നിടാൻ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് വേണമെങ്കിൽ തുറന്നിടാം. പക്ഷെ നമ്മൾ ഒരാളോട് അതൊന്ന് തുറന്നിടൂ എന്ന് പറയാൻ പാടില്ല. അത്രക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ, ഇങ്ങനെ ശ്രദ്ധിച്ച് ഖുത്ബക്ക് ഇരിക്കുന്നവർക്കാണ് പരലോകത്ത് മലക്കുകളുടെ ഗ്രന്ഥത്തിൽ ജുമുഅയിൽ പങ്കെടുത്തവരായിട്ട് പേരുണ്ടാവും. അതല്ല അത്രയും അശ്രദ്ധമായി സംസാരിക്കാൻ ഒരു മടിയില്ലാതെ, ചില ആളുകൾ ഇത് ഇത്ര ഗൗരവമുണ്ടെന്ന് അറിയാതെ ആയിരിക്കാം. എല്ലാവർക്കും എല്ലാ ഇൽമെത്തണമെന്നില്ലല്ലോ, അതറിയാതെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഏതായാലും ശ്രദ്ധിക്കുക, ജുമുഅയുടെ സമയം ഒരാളെ തിരുത്താൻ പോലും സംസാരിക്കരുതെന്നാണ്. തിരുത്തി കൊടുക്കാൻ പോലും സംസാരിക്കരുത്. മറിച്ച് നമ്മളത് ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരിക്കുക. കേട്ട കാര്യമായാലും കേട്ടിരിക്കുക, അറിയുന്ന കാര്യമായാലും വീണ്ടും ശ്രദ്ധിച്ചിരിക്കുക. അതൊരു ഇബാദത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കുക. അത് വലിയ കാര്യമാണ്. അത് അറബിയിൽ നടത്തുന്ന ഖുത്ബായാലും മലയാളത്തിൽ നടത്തുന്ന ഖുത്ബായാലും ഇംഗ്ലീഷിൽ നടത്തുന്ന ഖുത്ബായാലും ഏത് ഖുത്ബായാലും അത് ശ്രദ്ധിച്ചിരിക്കുക എന്നത് നമുക്ക് അറിഞ്ഞാലും തിരിഞ്ഞാലും ഇല്ലെങ്കിലും
ഒരു ഇബാദത്ത് എന്ന നിലക്ക് അതിനെ ശ്രദ്ധിച്ചിരിക്കുക എന്നത് അള്ളാഹു നമുക്ക് വാജിബാക്കിയ കാര്യമാണ്. അല്ലെങ്കിൽ പാപത്തെ പറ്റി വാണിംഗ് ഉണ്ടാവില്ല. ഒരു സുന്നത്ത് പ്രശ്നമല്ലത്, വാജിബാണിത്. സംസാരിക്കരുത്, അവൻ പാപം ചെയ്തവനായി മാറുന്നതാണ് സംസാരിക്കണമെന്ന് തിരുത്തിയാൽ. അപ്പൊ അത്രത്തോളം ഗൗരവമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന്റെ എല്ലാ വാജിബാത്തുകളെയും ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൃത്യമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് അള്ളാഹു അറിവ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ അറിവിനനുസൃതമായ ജീവിതം, പരിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അതേ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين.